ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്യാമ്പസിലേക്കാണ് പോണത്. ബോംബെയിലേക്കല്ല, നമ്മുടെ കേരളത്തിൽ മർക്കസ് നോളജ് സിറ്റിയിലെ HTI എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അവിടെയാണ് ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ഒരു ക്യാമ്പസിൻ്റെ ഓഫ് ക്യാമ്പസ് വന്നിട്ടുള്ളത്. അവിടുത്തെ പഠന രീതികളൊക്കെ ഒന്ന് കാണാം. +2 കഴിഞ്ഞ് ഡിഗ്രി പഠനത്തോടൊപ്പം നിങ്ങൾക്കൊരു മാനുഫാക്ചർ ആവാം. അത് മാത്രമല്ല, പഠനം വിദേശത്ത്, ഇന്ത്യയിൽ അഡ്മിഷൻ, പഠനം വിദേശത്ത്, എക്സ്പീരിയൻസ് നേടാൻ, പ്രാക്ടീസ് നേടാൻ ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് സമ്പാദിക്കണം എന്ന് കേട്ടപ്പോഴാണ് ഇവിടെ HTI എന്ന സ്ഥാപനത്തിൽ നമ്മുടെ CEO നാസിം സാർ, എഞ്ചിനീയർ നാസിം സാർ ഉണ്ട്. നാസിം സാർ, അപ്പോൾ ഇതൊരു ഡിഗ്രി കോഴ്സാണ്. അതെ, ഡിഗ്രി കോഴ്സ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഡിഗ്രി കോഴ്സാണ്. ഡിഗ്രി കോഴ്സ് ഇവിടെയാണ് പഠനം, HTIയിൽ ഇവിടെ പഠനം. അപ്പോൾ ഈ കോഴ്സിൽ അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായും. എവിടേക്കൊക്കെയാണ്? നമ്മളെ ഒരു ടെക്നോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ചൈന. ചൈനയുണ്ട്, മലേഷ്യ ഉണ്ട്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഈ ടെക്നോപ്രണർ ആവണമെങ്കിൽ അതുകൂടി പറയേണ്ടതുണ്ട്. സോ ദുബായിലും നമ്മൾ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതാണ് ഞാനിവിടെ വന്നതിന്റെ, ഞാൻ ഒരുപാട് ടൂറ് സംഘടിപ്പിക്കുന്ന ആളാണ്. ഈ സ്ഥാപനം വിളിച്ചു, ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ചൈന കാണാനും ചൈനയിലെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനും വലിയൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം അങ്ങനെ തന്നെയാണ് ഇനിയുള്ള ഒരു പഠനം. ഒരു ക്യാമ്പസിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും യാത്ര ചെയ്ത് പഠിക്കുന്നത് ഒരു വല്ലാത്ത വൈബാണ്. ആ കുട്ടികൾ എവിടെങ്കിലൊക്കെ എത്തും. ഏതായാലും ടാറ്റയെ പോലുള്ള ഇത്തരം ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സ്കിൽ എഡ്യൂക്കേഷനും കൂടി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ആർക്കൊക്കെയാണ് ഇതിന്റെ യോഗ്യത വല്ലതുണ്ടോ? +2 കഴിഞ്ഞ കുട്ടികൾക്കാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് 2 ഡിഗ്രി പ്രോഗ്രാമാണ് ഉള്ളത്. ഒന്ന് ബാച്ചിലർ ഇൻ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസസ്. അടിപൊളി. ബാച്ചിലർ ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസിംഗ് ഇലക്ട്രോണിക്സ്. തീർച്ചയായിട്ടും ഇന്ത്യ ഇനി മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണം. അത് പഠിക്കാൻ ചൈനയിൽ തന്നെ പോകണം. അപ്പൊ ചൈനയിലെ ഫാക്ടറികൾ നമ്മൾ പോകും, അവിടെയൊക്കെ പോയിട്ട് എങ്ങനെ നിർമ്മിക്കുന്നത്, അവിടുന്ന് എങ്ങനെ സാധനം കൊണ്ടുവരണം, എല്ലാം ഈ കോഴ്സിൽ തന്നെ ഉണ്ടാവും. കോഴ്സിന്റെ സിലബസിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകും. ഞാൻ കൂടെ കൊണ്ടുപോകും ഇൻഷാല്ലാ. എന്റെ ഏറ്റവും വലിയ സന്തോഷം, താല്പര്യം അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ കുട്ടികളെയും കൊണ്ട് ഞാനായിരിക്കും, ഇവരെന്നെ ഏൽപ്പിച്ചാൽ കേട്ടോ, ഞാനായിരിക്കും പോണത്. അതുകൊണ്ടാണ് കൂടെ വന്നതല്ലേ, കൊണ്ടുപോകും. അപ്പോൾ പിന്നെ വേറെ ഏതാണ്? റിന്യൂവബിൾ എനർജി. അത് ശരിക്കും ലോകത്തിൽ ഇനി വരാൻ പോകുന്ന 2030 ഏറ്റവും ജോലി സാധ്യത ഉള്ളത് സസ്റ്റൈനബിലിറ്റി ആൻഡ് റിന്യൂവബിൾ എനർജിയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ റിന്യൂവബിൾ എനർജി ടെക്നോളജിയിൽ ഡിഗ്രി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. സോ അതിൽ HTI അതിലെ യോഗ്യത എന്ന് പറയുന്നത് +2 സയൻസ് ആണ്, അല്ലെങ്കിൽ ITI കൺസേൺഡ് ഫീൽഡിൽ. ITI കഴിഞ്ഞ ആൾക്ക് ഒരു ഡിഗ്രിക്ക് ഇതിലേക്ക് വരാം. തീർച്ചയായും അത് വലിയൊരു ഓപ്ഷനാണ്. ITI കഴിഞ്ഞ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ റിന്യൂവബിൾ എനർജിയിലെ യോഗ്യത +2 സയൻസ് ആണ്. അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആണെങ്കിൽ ഏത് ഡിഗ്രി. അപ്പോൾ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത ആളുകൾക്ക് റിന്യൂവബിൾ എനർജി അഥവാ സോളാർ, മറ്റേ വിൻഡ്മില്ല് എന്നീ കാര്യങ്ങളുടെ ഒക്കെ എന്താണ് അവർക്ക് അതിൻ്റെ അകത്ത് ഫിറ്റിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ, അസംബ്ലിങ്, സെയിൽസ് എല്ലാം പെടുന്നുണ്ട്. ഡിസൈനിങ് വരെ പെടുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പിന്നെ കാത്തിരിക്കേണ്ടതാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസം എക്സ്പീരിയൻസിന് വേണ്ടി വേറെ ഷോർട്ട് ടൈം കോഴ്സ്. ഇത് 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് കിട്ടി. ഏറ്റവും എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു സാധനം ഇതാണ്. ഞാൻ പല വീഡിയോയിലും എൻ്റെ പ്രേക്ഷകരുമായി പറഞ്ഞിട്ടുണ്ട്, പഠന നേരത്തെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് നേടണം കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസിന് വേണ്ടി പൊയ്ക്കോ. ഏത് ഡിഗ്രി നിങ്ങൾ പഠിക്കുക, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് നേടണം എന്ന് എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ ചാനൽ നിരന്തരം അതിനൊരു അവസരം വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസും കമ്പനി തന്നെ കൊടുക്കും. അപ്പോൾ 3 വർഷത്തെ ഡിഗ്രിയോട് കൂടി ഈ 3 വർഷത്തെ എക്സ്പീരിയൻസും കിട്ടും. അങ്ങനെ ഈ കോഴ്സും കഴിഞ്ഞിറങ്ങാൻ അവർക്ക് ഒരു കമ്പനി തുടങ്ങാം. പിന്നെ ഈ ഒരു സിലബസിൽ അവർ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പേഴ്സണൽ ഗ്രൂമിംഗ്, വെൽനെസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതിന്റെ സിലബസിൽ പെട്ടതാണ്. ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും HTIയുടെയും സിലബസിൽ ഓൾറെഡി ഉള്ളതാണ്. പ്രൈവറ്റ് ആയിട്ട് പഠിക്കണേ അങ്ങനെ പഠിക്കാം, ടാറ്റ ഇല്ലാതെ പഠിക്കണേ അങ്ങനെ പഠിക്കാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് കിടക്കുന്നത് ബോംബെയിലാണ്. അതേ സിലബസ് തന്നെയല്ലേ? ബോംബെ പോണ്ട, അതേ സിലബസ് അതേ ക്യാമ്പസിൽ പഠിക്കുന്ന പോലെ അവരുടെ ഇൻഡസ്ട്രി ഇവിടെ പഠിക്കാം. അടിപൊളി. കോൺവെക്കേഷൻ ടാറ്റ പറഞ്ഞത് ബോംബെയിലേക്ക് പോയിട്ട് ചെയ്യാമെന്ന്. അവരെ ക്യാമ്പസിൽ പോയിട്ട് തന്നെ ആയിരിക്കും കോൺവെക്കേഷൻ ഉണ്ടാവുക.
ഇനി ഒട്ടും വൈകിക്കണ്ട, സ്കില്ലോട് കൂടി ഒരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ തൊഴിലുമായി നിങ്ങൾക്ക് തന്നെ ഒരു ഫാക്ടറി തുടങ്ങാൻ പറ്റും. കൂടെ യാത്ര ചെയ്ത് ചൈനയിലെ വിവിധ ഫാക്ടറികളും കമ്പനികളും വിസിറ്റ് ചെയ്യുക, മലേഷ്യയുടെ വിവിധ കമ്പനികൾ വിസിറ്റ് ചെയ്യുക, ദുബായിൽ വിസിറ്റ് ചെയ്യുക. ഇതൊക്കെ സാധ്യമാക്കുന്ന ന്യൂ ജനറേഷന് പറ്റിയ ഒരു സ്കിൽ എഡ്യൂക്കേഷൻ കോഴ്സാണ്, ഡിഗ്രി കോഴ്സാണ് ഈ പറയുന്ന കോഴ്സ്. 2 കോഴ്സുകൾ, ബാച്ചുലർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് മാനുഫാക്ചറിങ് സർവീസ്, ബാച്ചുലർ ഇൻ റിന്യൂവബിൾ എനർജി ആൻഡ് ടെക്നോളജി. മാഷാ അല്ലാ, ഈ 2 കോഴ്സിനും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. തയ്യാറായിക്കോളെ. ഈ കോഴ്സിന് അപേക്ഷിക്കുന്നതിന് മുൻപ് പാസ്പോർട്ട് എടുത്ത് വെച്ചോളി, അത് പറയാൻ മറക്കരുത്. +2 കഴിഞ്ഞ കുട്ടികൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പാസ്പോർട്ടുമായി ഇങ്ങോട്ട് വരണം. അഡ്മിഷൻ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ യാത്രയ്ക്ക് തയ്യാറായിക്കോളെ. ടിക്കറ്റും വിസയൊക്കെ ഞങ്ങൾ അടിച്ചു തരും. അതുപോലെ തയ്യാറായിക്കോളൂ. അടുത്ത ഒരു യാത്രക്ക് വിമാനത്തിൽ കയറാൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിക്കോളെ. ഹംസ 5 മുക്കിൽ 2 താണി.